ബാഹ്യരൂപം. ഈ പാട്ട് അറിയത്തില്ല, എന്തൊക്കെയാന്നോന്തോ ഈ പാടുന്നേ. ഇങ്ങനെ ഒരയ്ക്കാതെ, ഇങ്ങനെ ഒരയ്ക്കാനേ നിന്റെ വീട്ടിൽ കിടക്കണ കഞ്ഞിക്കലമല്ല, കണ്ണാടിയാണ്. പൊട്ടിപ്പോവേ. എനിക്കറിയാം മുതലാളി. അല്ലേ സ്പെക്സ് അവിടെ പോക്കറ്റി കാണും തോന്നുന്നു. അയ്യോ, ഞാൻ പേഴ്സിന്റെ കാര്യമാണോ പറഞ്ഞേ? സ്പെക്സ് കണ്ണട എവിടെ? വേസ്റ്റ്. എന്റെ പ്രചോദേട്ട, നമ്മൾ മിക്ക ആൾക്കാരും കണ്ണട വയ്ക്കുന്നതാ. ദാണ്ട കഴുത്തിൽ മാല പോലെ ഇട്ടേക്കുന്നു. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുക സ്പെക്സ് എവിടെയെന്ന്. എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നാട്ടുകാര് കണ്ടാ എന്തോ വിചാരിക്കും. ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഷോർട്ട് സൈറ്റ്. പ്രജോട്ടിന്റെ അടുത്ത് രണ്ടുപേരും ഉണ്ടായിരുന്നോ? ഇപ്പോഴാണ് ഏട്ടാ കണ്ടത്, സോറി. അല്ല, അപ്പൊ ഇത്ര നേരം പോഹയായിരുന്നോ? അവിടെ നിന്ന് അടുത്തത് ഇതാണ് ലോങ് സൈറ്റ്. ഇപ്പോഴാണ് എനിക്ക് നിന്നെ കറക്റ്റ് ആയിട്ട് കാണുന്നത്. അടുത്തത് ഇതാണ് പണി സൈറ്റ്. ഇതെല്ലാം കൂടെ കുരുങ്ങി കിടക്കുകയാണല്ലോ. ഇതെന്തുവാ? ഇതാണ് പണി സൈറ്റ്. പറഞ്ഞില്ലേ ഇതെന്തിനാണെന്ന് അറിയണ്ടേ? അറിയണം. ഈ പണിസ്ഥലത്ത് നീയൊക്കെ വല്ല കൃത്രിമോ കാണിക്കണുണ്ടോന്ന് എനിക്കറിയണോ? അതിനുള്ള കണ്ണാടിയാണ് ദോ ഇത്. അതൊക്കെ പോട്ട്. ഇവിടെ വേറൊരു കണ്ണാടി എവിടെ? അത് ഞാൻ വിറ്റ്. എത്ര രൂപയ്ക്ക്? 250 രൂപയ്ക്ക്. 250 രൂപയ്ക്ക് വിറ്റേക്കണമെന്ന് ഒരു 10-200 രൂപ കൂട്ടി വെച്ചുകൂടായിരുന്നോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇത് ഓപ്റ്റിക്കൽസ് ആണോ അതോ പറ്റിക്കൽസ് ആണോ? അപ്പൊ ഞങ്ങളൊക്കെ പൈസക്കാ വിറ്റേ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കാലത്തെ കണ്ണാടി ഇല്ലാതെ ഒരു പ്രായം കഴിഞ്ഞ ആർക്കും പറ്റത്തില്ല. അധ്വാനിക്കുന്നവർക്ക് കണ്ണട വേണ്ട. ഈ അധ്വാനിക്കുന്നവർക്ക് കണ്ണട വേണ്ട നിന്റെ അടുത്ത് ആര് പറഞ്ഞേ? മുതലാളി കണ്ടിട്ടുണ്ടോ? ബംഗാളികൾ ആരെങ്കിലും കണ്ണട വെച്ചിട്ടാണോ പോകുന്നേ? ശരിയാണല്ലേ? അപ്പൊ ബംഗാളിലെ എന്റെ ഓപ്റ്റിക്കൽസ് കട ക്യാൻസൽ. മുതലാളി, എന്റെ പൈസയൊന്നും ഇല്ല. എന്നാ എനിക്ക് ഫ്രീ ആയിട്ട് ഈ കണ്ണട തരുമോ? എടുത്തോ. ഈ കുട്ടിയുടെ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സരിതയ്ക്ക് ഞാൻ ആരോ? മുതലാളി. മുതലാളി മാത്രമാണോ? നല്ലൊരു ചങ്ങാതിയും കൂടിയല്ലേ? മുതലാളി എന്റെ നല്ലൊരു ചങ്ങാതിയാണ്. ആണല്ലോ. എന്നാലേ എന്റെ പഴയ ലുക്കിനെക്കാളും എന്നെ കാണാൻ ഇപ്പൊ ഇത്തിരി മോശമല്ലേ? അയ്യോ അല്ല, ചങ്ങാതിയെ കാണാൻ നന്നായിട്ടുണ്ടല്ലോ. എന്നാലേ ഞാൻ ഈ കണ്ണാടി അങ്ങോട്ട് ഇടും. എന്തിന്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് പറയണത്. 500 രൂപ മുതലാണ് നീ എടുത്ത് വെച്ച അറിയാമോ? പൈസ വന്നിട്ട് നീ വാങ്ങിച്ചോ മതി. ഈ മുതലാളി രസനില്ലേ വെള്ളാരം കല്ലിന്റെ കളർ ലെൻസ്, അത് എവിടെ മേടിച്ചേ? അയ്യോ, അത് വെള്ളാരം കല്ലിന്റെ കളർ ലെൻസ് അല്ല, പിന്നെ കണ്ണാപ്രശ്നം കഴിഞ്ഞ ഡോക്ടർമാര് കൃഷ്ണമണി ഊരി കളഞ്ഞാണ്. വിളിക്കുന്നു. ഊഷിച്ചെടുക്കത് ഐഫോൺ ഒന്നും അല്ലല്ലോ. പിന്നെ ബസ് സ്റ്റോപ്പിലാ. എന്നാ ഇപ്പൊ തന്നെ അവളെ എന്റെ ഒപ്റ്റിക്കൽസ് കടന്ന് പിരിച്ചു കേട്ടോ. ഇനി ഞാൻ വരുമ്പോ അവൾ അവിടെ കൊണ്ടുപോയില്ല. നോക്കിക്കോ, ഇവളൊക്കെ മനസ്സിലൊക്കെ നിങ്ങൾ നോക്കണേ. എന്തൊരു മുതലാളി, എന്തൊരു പ്രശ്നം? എന്റെ അപ്പുറത്തെ കടയിലെ ആ സ്റ്റാഫില്ലേ സൗമ്യ, അവള് ബസ് സ്റ്റാൻഡിൽ ഒരുത്തനോട് സംസാരിച്ചോണ്ടിരിക്കണ്. അതിന് കുഴപ്പമെന്ത്? അങ്ങനെ എന്റെ കടയിലുണ്ടായിരുന്ന ഒരുത്തി കണ്ണിക്കണ്ടവന്റെ കൂടെ സംസാരിച്ച് അവസാനം അത് പ്രണയമായി അവള് ഒളിച്ചോടിപ്പോയി. എന്നിട്ട് അവളെ വീട്ടുകാർ വന്ന് ആദ്യം ചെയ്തെന്തെന്നറിയാമോ? എന്റെ കട ഞങ്ങൾ തല്ലി പൊട്ടിച്ച്. അതുകൊണ്ട് ഇനി എനിക്ക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക, സരിതേ നിനക്ക് അങ്ങനെ വല്ല ചുറ്റിക്കളി ഉണ്ടോ? എനിക്കൊരു ചുറ്റിക്കളിയൊന്നുമില്ല. അപ്പൊ അങ്ങോട്ട് ഭാഗ്യം രക്ഷപ്പെട്ടു. നിന്റെ വീട്ടിലോട്ട് ഞാനൊന്ന് വരുന്നുണ്ട്. എന്തിന്? നിന്റെ അച്ഛനെ കാണാൻ. അച്ഛൻ എന്തിന് കാണുന്നേ? ചുമ്മാ പോകുന്ന വഴിക്ക് നിന്റെ അച്ഛനൊന്ന് കാണുവേ. അച്ഛനെ എന്തിന് കാണുന്നേ? വെറുതെ ഒരു രസം. പോയിട്ടൊക്കെ വരാം. പറഞ്ഞപ്പോ താണ്ട കേറി വരണേ. എന്തൊരു പിന്നെ വന്നാ നിങ്ങളെന്നെ ജോലി തെറിപ്പിക്കുമല്ലേ? മുതലാളി ഇപ്പൊ വരും. വരട്ടെ, അവനെന്ന് കണ്ടിട്ട് പോകണം. കാണാൻ പറ്റും, തിരിച്ചു പോണ കാര്യം കണ്ടറിയാം. അല്ല, നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്തിന്? ഞാൻ ഒരു 500 രൂപ കടം മേടിക്കാൻ. ഞങ്ങളെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടി 1300 രൂപ. അത് ഇന്നും അടച്ചില്ലെങ്കിൽ അവര് ഫീസ് ഊരിക്കൊണ്ടുപോകും. ഫീസ് ഊരിക്കൊണ്ട് പാട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ നിന്റെ ഭാര്യ ഭർത്താവ് ഇരുട്ടത്ത് കിടക്കണോടി. ഒന്ന് പതുക്കെ പറ, മുതലാളി വരും. എനിക്ക് ഇരുട്ടത്ത് കിടന്ന കണ്ണിന് കേടാ. ഇരുട്ടത്ത് കിടക്കുമ്പോ കണ്ണിന് എന്തോ കേട് വരാൻ കാരണം? അതാകുമ്പോ ഈ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് ഈ ഫോണിൽ തോണ്ടിക്കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെട്ടം കണ്ണു പിടിച്ച് എനിക്ക് ഭയങ്കര വേദന എടുക്കും. അയ്യട ഞാൻ
ഓൺലൈനിൽ ഇരിക്കണേ? നീ രാത്രി ഓൺലൈനിൽ ഉണ്ടോന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നോക്കാൻ വേണ്ടി. അല്ല, നിങ്ങൾക്ക് 1300 രൂപ മതിയല്ല, പിന്നെ നിങ്ങൾക്ക് 500 രൂപ. 1300 രൂപയ്ക്ക് എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, 200 രൂപയ്ക്ക് എനിക്ക് ഷുഗറിന്റെ മരുന്ന് മേടിക്കണം. എനിക്ക് ഷുഗർ അങ്ങ് ലോ ലെവലാ. നിങ്ങൾക്ക് ഷുഗർ അല്ലല്ലോ, സ്വഭാവമാണ് ലോ ലെവൽ. ഞാൻ ഒരു കാര്യം പറയാം, ഷുഗർ ഒരു അസുഖമോ, അതിനെ വെച്ച് കൗണ്ടർ അടിച്ചു പോയി. ഇനി വന്നാ നിങ്ങളൊന്ന് പോ, മുതലാളി വരും. മുതലാളിക്ക് ആണുങ്ങളെ കാണാൻ ഒട്ടും ഇഷ്ടമല്ല. കസ്റ്റമർ അല്ലാതെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കണം മുതലാളിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ വണ്ണം പോ. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ എന്തോ ചെയ്യാന്, എന്നെ 4 വഴക്കും. ഷുഗർ കുറയുന്നു, ഷുഗർ കുറയുന്നു, പിന്നൊന്നിന്റെ പൊന്നല്ലേ ഇത്തിരി പഞ്ചാര വെച്ച വാളും മുട്ടം പഞ്ചാര അടിക്കുന്നേ. എനിക്ക് ഇത്തിരി പഞ്ചാര അടി, മുതലാളി വരെയും ചെയ്യും. ഓ, ഉള്ള വെയിറ്റ് കാരണം വരണമില്ല. ഒരു ഐഡിയ ഉണ്ട്, ഒരു ഗ്ലാസും കിട്ടണില്ല. മതി, ഇത് മതി. ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ, മുതലാളി വരണ്, തീർന്നു. അത് കുക്കുംബർ. കുക്കുംബറ അല്ല, കച്ചമ്പർ. കച്ചമ്പറ അല്ല, കസ്റ്റമർ. കണ്ണാടി വെച്ച് നിന്ന സ്റ്റൈൽ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് മലന്ന് കടന്ന സ്റ്റൈൽ അല്ല മുതലാളി, വർക്ക്ഷോപ്പിൽ പണി ചെയ്യുന്ന ആളാണ്, അതിൽ കിടന്ന് ആ സ്റ്റൈല് നോക്കുന്നതാ, അതുകൊണ്ടാ ഇങ്ങനെ. മുതലാളി, നമുക്ക് കസ്റ്റമർ വന്നല്ലേ, സ്വീറ്റ് ആയിട്ട് എന്തോ കൊടുക്കും? സ്വീറ്റ് ആയിട്ട് ഇപ്പം ഇത് മാത്രമേ ഉള്ളു, ഞാൻ കുടിക്കാൻ വെച്ചിരുന്ന ലൈമ. അയ്യോ, കുഴപ്പമില്ല, കോട്ടെ തന്നെ. പകലെങ്കിലും എനിക്ക് വച്ചേക്കണേ. അയ്യോ, ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. കണ്ണട ഇത് മതിയല്ലോ അല്ലേ? കണ്ണട മേടിക്കാൻ വന്നേല്ലേ സാർ, അപ്പൊ ഇത് മതിയല്ലോ. ഈ കണ്ണട എനിക്ക് മേടിച്ചിട്ട് അതുവഴി അങ്ങനെ പോയി കറണ്ട് ബില്ലടയ്ക്കാൻ ഇതുവഴി പോണം, അവിടെ പോയി നിൽക്കും. അപ്പൊ നീ കറണ്ട് ബില്ല് അടയ്ക്കാനാണോ വന്നേ, അതോ കണ്ണട വാങ്ങിക്കാനാണോ വന്നേ? കണ്ണട മേടിക്കാൻ. എന്തോ അല്ല, അപ്പൊ നിനക്ക് ഏത് കണ്ണടയാണ് വേണ്ടത്? എനിക്ക് പവർ ഗ്ലാസ് മതി. പറയുമ്പോ പവർ വേണ്ട, വച്ചിട്ട് പവർ മതി. അനു, നമുക്കൊരു പരിപാടി ഉണ്ട്, ഞാനത് മറന്നുപോയി. നേരെ അങ്ങോട്ട് നോക്ക്, എന്നിട്ട് അവിടെ എന്താണ് എഴുതിയേക്കണമെന്ന് വായിച്ചേ. എടാ, നീ ആരെന്നല്ല ഞാൻ ചോദിച്ചത്, അവിടെ എഴുതിയേക്കണ വായിക്കാനാണ് പറഞ്ഞേ. കാണാൻ പറ്റുന്നില്ല ചേട്ടാ, എനിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇതങ്ങോട്ട് വെച്ചേ, ഇനി അങ്ങോട്ട് വായിച്ചേ. കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ അറിയത്തില്ല. അതങ്ങനെ നിനക്കറിയാം? ലുക്കില് മാത്രമേ കാര്യമുള്ളൂ, ഒരു വിദ്യാഭ്യാസവും ഇല്ല. എന്നിട്ട് നേരത്തെ മരവാഴ എന്ന് വായിച്ചല്ലേ? അത് സ്വന്തമായിട്ട് തന്നെ അറിയാം, ഇതൊരു മരവാഴയാണെന്ന്. പിന്നെ എന്താ പറഞ്ഞുകൂടെ? വേറെ വട്ടക്കണ്ണാടി ഉണ്ടോ? വട്ടക്കണ്ണാടി വേറെ ഇല്ലടാ, ഇതേ ഉള്ളു. ഇതല്ലേ? ഓ, നാളെ വന്ന് ഞാൻ മേടിച്ചത് മാറ്റി വെച്ചാലേ. അയ്യോ, ഇത് മര്യാദക്ക് എടുത്തോണ്ട് പോയാ മതി. അതൊക്കെ പൊട്ടു. നിന്റെ എത്ര രൂപയുണ്ട്? എന്റെ കയ്യില് 1000 രൂപയുണ്ട്. അത് 1000 രൂപ എങ്ങോട്ടാ? 1000 രൂപ തരേ. എന്റെ കറണ്ട് ബില്ലോ? കറണ്ട് ബില്ലൊന്നും വേണ്ട, പോട്ടെ. എത്ര പവറുള്ള കണ്ണാടി വെച്ചിട്ടുണ്ട്, കറണ്ട് ഉണ്ടായാലല്ലേ എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. നോക്കട്ടെ, ഒരുമാതിരി വൃത്തിയാട്ട ചിരിയിരിക്കല്ലോ ഏട്ടല്ലേ. ഒരു കസ്റ്റമറെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ചിരിക്കാൻ തോന്നുന്നു? നീ പൊക്കോ, എനിക്ക് ഈ കണ്ണാടി വേണ്ട. ഞാൻ 1000 രൂപ തന്നല്ലേ, എനിക്ക് നല്ല കണ്ണാടി മതി, കറുത്ത്. നീ 1000 രൂപ തന്നേല്ലേ? എന്താ ഇത്, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ണാടി നീ എടുത്തോ. ഇത് കൊള്ളാലേ കണ്ണാടി. അയ്യോ, ഇത് നീ വിചാരിക്കും പോലെ സാധാരണ കണ്ണാടിയൊന്നും അല്ല, കലാഭവൻ പ്രചോദനായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിട്ട് പോയ കണ്ണാടിയാണ്. 2.5 ലക്ഷം രൂപ ബ്ലൂടൂത്ത് കണ്ണാടിയാണ്, അറിയാമോ? അതുകൊണ്ട് ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. ഞാൻ വെച്ചു നോക്കട്ടെ ചേട്ടാ. ഒരിക്കൽ വെച്ച് നോക്കി അങ്ങ് വെച്ചോണം കേട്ടോ. എന്റെ ഭഗവാനെ, പ്രചോദേട്ടന്റെ കണ്ണാടി പോയേ. പ്രചോദേട്ടൻ വിളിക്കുമ്പോ ഞാൻ എന്തോ പറയും, നീ എല്ലാം നശിപ്പിച്ചല്ലടാ. ഞാൻ 1000 രൂപ തന്നല്ലേ? എനിക്ക് 1000 രൂപയ്ക്ക് കണ്ണാടി വേണ്ട, അത് 1000 രൂപ നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തു. ഞാൻ വന്ന വഴി ഇങ്ങോട്ട് പോവാ. എവിടെ പോണ? ഇങ്ങോട്ട് വാ.
മര്യാദക്ക് 2.5 ലക്ഷം രൂപ വച്ചിട്ട് പൊക്കോണം. ഇല്ലേ? അയ്യോ എന്റെ കാശ് പോയി. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും? ഒരു വഴിയുണ്ട്. നീ എന്റെ കടയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യും. 2.5 വർഷം നീ ഇവിടെ വർക്ക് ചെയ്യണം. ഒരു ശമ്പളം പോലും തരാതെ ഞാനങ്ങ് ലാഭിക്കും. കുഴപ്പമില്ല. പിന്നെ സരിതേ, ഞാൻ നിനക്കൊരു പണി വരുന്നുണ്ടോ? ഇവനെ ഇവിടത്തെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിച്ചോളാം. ഞാൻ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ഞാൻ നാളെ മുതൽ പണിക്ക് വരുവല്ലേ? നാളെ മുതൽ നീ പണിക്ക് വരുന്നുണ്ട്. നാളെ മുതൽ പണിക്ക് വരുവല്ലേ? ഇനി ഇങ്ങനൊരു മണ്ടനാന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. എന്റെ മുതലാളിക്ക് പറ്റിയത് എന്താണെന്നറിയാവോ? ഉഴുന്നോട് ആഗ്രഹിച്ചവന് ഷവർമ മേടിച്ചു കൊടുത്ത്. ഷവർമ എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് വഴിയാ മനസ്സിലായിക്കോളും. നല്ലൊരു കൈഡി. ഇവിടുത്തെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.